ഹായ് ഹലോ. ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ മഹാശിവരാത്രി ആശംസകൾ നേരുന്നു. രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് 7 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. പിന്നെ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. രാവിലെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തൊഴുത് ഇറങ്ങി ശേഷം നമ്മൾ വീട്ടിലേക്ക് പോരുകയാണ് കേട്ടോ ചെയ്തത്. വീട്ടിൽ വന്നിട്ട് ഇന്ന് ഞാനും അമ്മയും നോൽമ്പായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉപ്മാവാണ് രാവിലെ കഴിച്ചത്. അങ്ങനെ പിന്നെ ഉച്ചയായപ്പോഴേക്കും അവര് മലയ്ക്ക് പോകുന്ന സമയമായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ടോ. ശിവായ നമഃ. ശിവായ നമഃ. നമഃ ശിവായ. കുഴപ്പമില്ല. ക്യാരം ബോർഡും വാങ്ങി നമ്മൾ വീട്ടിലേക്ക് പോന്നു. പിന്നെ മുന്തിരി ജ്യൂസ് അടിച്ച് കുടിച്ചു കേട്ടോ. അതായിരുന്നു ഇന്നത്തെ ഉച്ചത്തെ ഫുഡ്. പിന്നെ ഞങ്ങൾ മുത്തശ്ശൻ്റെ വീട് വരെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോഴേക്കും ഇനി ശിവരാത്രിക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ പോയത്.
അപ്പോൾ ഒരു 7 മണിയൊക്കെ ആയപ്പോഴേക്കും വിളക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് തൊഴുത് പ്രാർത്ഥിച്ചു കേട്ടോ. ശേഷം നമ്മൾ ഇതാ അടുത്തത് പോകുന്നത് റൈഡിലേക്കാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതാ സച്ചുവിനെ ഒരു ട്രെയിനിലാണ് കേട്ടോ കയറ്റിയത്. ജസ്റ്റ് അതിലൊന്ന് കറങ്ങിയ ശേഷം ഞങ്ങൾ ഗാനമേള കേട്ടപ്പോൾ അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ ഗാനമേളയും ഡാൻസും നാടൻപാട്ടും എല്ലാം കൂടിയുള്ള ഒരു പ്രോഗ്രാമായിരുന്നു. അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുറച്ച് നേരം കണ്ടവിടെ നിന്നു. ഗാനമേള കുറച്ചു നേരം കണ്ട ശേഷം ഞങ്ങൾ അമ്പലത്തിന്റെ സൈഡിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോ അമ്പലത്തിൽ നിന്നായിട്ട് താലപ്പൊലി ഒക്കെ വരുന്നതാണ് കേട്ടോ. കാത്തിരിപ്പുണ്ട്. അവരുടെ കൂടെ വന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ
അങ്ങനെ ഞങ്ങൾ വീണ്ടും കറങ്ങി കറങ്ങി റൈഡിൻ്റെ സൈഡിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് നേരം അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു നിന്നു. അവിടെ ആയിരുന്നു മെയിനായിട്ടുള്ള കാഴ്ചകൾ കേട്ടോ. അച്ഛൻ ഞങ്ങളോട് ചോദിക്കാറ് നിങ്ങൾ പൈസ കൊടുത്തിട്ട് എന്തിനാണ് ഇങ്ങനെ പേടിക്കാൻ കയറുന്നതെന്നാണ് കേട്ടോ. പക്ഷെ അതൊക്കെ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഇപ്രാവശ്യത്തെ ശിവരാത്രിക്ക് എല്ലാ വട്ടത്തേക്കാളും റൈഡുകൾ കുറവായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത്. പ്രത്യേകിച്ച് കുട്ടികൾക്കുള്ളത്. വലിയവർക്കുള്ള റൈഡുകളായിരുന്നു കൂടുതൽ. 2 ജയൻറ്റ് വീൽ ഉണ്ടായിരുന്നു, 2 തോണി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ 2 ബ്രേക്ക് ഡാൻസ് ഉണ്ടായിരുന്നു, ഡ്രാഗൺ ഉണ്ടായിരുന്നു, കുട്ടികൾക്ക് ട്രെയിന്, അതുപോലെ തന്നെ ചാടി കളിക്കുന്ന ഒരു ബലൂണില്ലേ അത്, ചെറിയ കാറ്, അത്ര ഐറ്റംസൊക്കെ ആയിരുന്നു കേട്ടോ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. നമ്മൾ അറിയുന്നവരെ കണ്ടു കഴിഞ്ഞാൽ അവരെ ആരെയും വെറുതെ വിടാറില്ല. എല്ലാവരുടെയും വീഡിയോസ് എനിക്ക് പറ്റുന്നത് പോലെയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എടുത്തു വന്നപ്പോഴാണ് അവർ ഞങ്ങളെ കാണുന്നത്. ഇപ്രാവശ്യത്തെ ആകാശത്തോണിയായിരുന്നു കേട്ടോ ഏറ്റവും സീനായിട്ട് എനിക്ക് തോന്നിയത്. നല്ല ഹൈറ്റിൽ പോണുണ്ടായിരുന്നു കേട്ടോ, നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും. അത് കണ്ടിട്ട് തന്നെ കണ്ടു നിൽക്കുന്നവർക്ക് തന്നെ പേടിയായിട്ടുണ്ടായിരുന്നേ. പിന്നെ അതാ ഈ ഒരു സംഭവം അതിലും രസമായിരുന്നു കേട്ടോ, ബ്രേക്ക് ഡാൻസ്. ഇതിൽ ആൾക്കാരുടെ എക്സ്പ്രഷൻ കണ്ടിട്ടാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ചിരി വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ സമയം ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനും അമ്മയൊക്കെ ഫസ്റ്റ് ടൈമാണ് ഇത്രയും ടൈമിലൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഉറക്കം കളയ്ക്കുന്നുണ്ട് ശിവരാത്രി ആയതുകൊണ്ട്, അതാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ പ്രാവശ്യം നടന്ന് തിരിഞ്ഞ് വീണ്ടും ഗാനമേള കാണാനായിട്ട് അവിടെ നിന്നു കേട്ടോ. അപ്പോഴേക്കും ഗാനമേള മാറി ഇതേ കുട്ടികളുടെ പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം അതൊക്കെ കണ്ട് നിന്നു. വീണ്ടും നമ്മൾ നടന്ന് റൈഡിൻ്റെ അവിടെ തന്നെ എത്തിയിട്ടോ. അപ്പോഴാണ് ഇതേ എല്ലാവരും റൈഡിൽ കയറാൻ നിൽക്കുന്നതൊക്കെ ഞാൻ കണ്ടത്. അങ്ങനെ ഞാനും എൻ്റെ മാമന്മാരുടെയും ഫ്രണ്ട്സിൻ്റെയൊക്കെ ഒപ്പം ചാടിക്കയറി. ഒരാവേശത്തിൻ്റെ പുറത്ത് കയറിയതാണ്. എനിക്ക് കാര്യം പറഞ്ഞാൽ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അവരെല്ലാം നിർബന്ധിച്ചപ്പോൾ അങ്ങോട്ട് കയറിയെന്നേ ഉള്ളൂ. ദൈവമേ, അംഗത്തിന് പോവേണ്, തിരിച്ചതുപോലെ വരണേ, വെട്ടുകൊണ്ട് ചാവല്ലേ മേ. ഇതെന്താ ആൾക്കാരൊക്കെ കൂടിയിരിക്കുന്നത്? ആരെങ്കിലും ഇവിടെ ചത്തോ? ഇതാ പിടി, ആ BP-യുടെ ഷുഗറിന്റെയും ഗുളിയൂടെ എടുത്തോ. അപ്പൊ പോവാല്ലേ? ഓക്കെ. കയറിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ജയൻറ്റ് വീൽ അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല കേട്ടോ. അത്ര സ്പീഡൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ തോണിയിൽ കയറാനുള്ള ആ ഒരു സാഹസത്തിന് ഞാൻ മുതിർന്നില്ല. കാരണം എനിക്കിതിന് മുമ്പ് കയറിയിട്ട് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് അതിൽ ഞാൻ കയറാനായിട്ട് നിന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും അവരെല്ലാവരും കൂടി എന്നെ പിടിച്ചതേ ഈ ബ്രേക്ക് ഡാൻസിൽ കയറ്റി വിട്ടു.
അയ്യോ അത് വല്ലാത്തൊരു ഫീലായിരുന്നു കേട്ടോ ഗൈസ്, എനിക്ക് പറയാൻ പറ്റണില്ല. എനിക്ക് സാധാ ജയന്റ് വീലിൽ കയറുമ്പോഴാണ് നല്ല പേടി തോന്നാറ്. என் முகத்துல பயம் தெரியுதா? ചെവിയും കണ്ടൂടാ കണ്ണും കണ്ടൂടാ ശിവനെ ഇത് യാതൊരു ജില്ല. ഇതിൽ കയറിയപ്പോഴായിരുന്നു കേട്ടോ എൻ്റെ പൊന്ന് മെയിനായിട്ട് എനിക്ക് തോന്നിയത്. ആകപ്പാടെ അതിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആകാശം ഏതാ ഭൂമി ഏതാന്ന് അറിയാത്തൊരവസ്ഥയായിട്ടുണ്ടായിരുന്നു. അടുത്ത് കാല് നിൽക്കുന്നതൊന്നുമല്ല കേട്ടോ കാല് നിന്നത്. അങ്ങനെ എങ്ങനെയൊക്കെയോ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. കുറേ നേരത്തിന് ശേഷമാണ് കേട്ടോ ആ മൈൻഡൊക്കെ ഒന്ന് റെഡിയായത്. അതിൽ കയറിയിട്ട് ആകെ കറങ്ങി കറങ്ങി ഒരു സൈഡായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്രാവശ്യത്തെ ശിവരാത്രി വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഒരടിപൊളി ശിവരാത്രി ആയിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത്രയും നൈറ്റ് വരെ 1-1:30 വരെയൊക്കെ ശിവരാത്രിക്ക് പോണത്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.